Hello everyone, welcome to Easy Learning YouTube channel. I am Rajesh MP. Today I am going to take you to SSLC Social Science Part 1. It's the fifth chapter of Social Science Part 1 and it's an economics chapter. The name of the chapter is Public Expenditure and Public Revenue. This chapter is divided into two parts. Today I am going to introduce you to part 1. If you have not yet subscribed to my channel, please subscribe and share it. Watch the video till the very end and leave your valuable comments on the comment box. The important questions and its answers from SLC point of view is mainly being dealt in this video. I shall explain tough portions in Malayalam also. So we can straight away move on to the first question of SLC Part 1 Chapter 5 Economics Chapter Public Expenditure and Public Revenue. What do you mean by public expenditure? Public expenditure അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ചെലവിനൊക്കെ സംബന്ധിച്ചാണ് സർക്കാരിന്റെ ചെലവിനെ സംബന്ധിച്ചാണ് ചോദ്യം. Government initiates various activities for the base of the people. Money is required for all these activities. The expenditure incurred by the government is known as the public expenditure. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പുരോഗതിക്ക് വേണ്ടിയിട്ട് സർക്കാർ ചെലവാക്കുന്ന ഇതിനെയാണ് പണത്തെയാണ് അതിന്റെ സർക്കാർ ഉണ്ടാകുന്ന ചെലവിനെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ പൊതു ചിലവുകൾ എന്ന് അറിയപ്പെടുന്നത്. എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗവൺമെന്റ്. നമുക്കറിയാം പൊതു ചെലവ് കൂടുന്നത് സർക്കാരിന്റെ പ്രവർത്തന സ്വഭാവങ്ങൾക്ക് വൈവിധ്യം വരുമ്പോഴേക്കും സർക്കാരിന്റെ ഭാഗത്തുള്ള പൊതു ചെലവും സ്വാഭാവികമായിട്ടും വർദ്ധിക്കും. Continuing with this question, public expenditure can be classified into developmental expenditure and non-developmental expenditure. വികസന സംബന്ധമായിട്ടുള്ള ചെലവുകളായിട്ടും വികസനേതര ചെലവുകളായിട്ടും രണ്ട് തരത്തിൽ പൊതു ചെലവുകളെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം, വിഭജിക്കാം എന്നാണ് പറയുന്നത്. The expenditure incurred by the government for constructing roads, bridges and harbors, starting up new enterprises, setting up educational institutions, etc. are considered as developmental expenditure. വികസന സംബന്ധമായിട്ടുള്ള ചിലവുകൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചാൽ അറിയാം. പ്രധാനമായിട്ടും പുതിയ റോഡുകൾ നിർമ്മിക്കുന്നത്, പാലങ്ങൾ, തുറമുഖങ്ങൾ, പുതിയ വ്യവസായങ്ങൾ, പുതിയ തൊഴിൽ സംരംഭങ്ങൾ, പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവയൊക്കെ സർക്കാരിന്റെ വികസന സംബന്ധമായിട്ടുള്ള ചെലവുകളിൽ പെടുന്നവയാണ്. Expenditure incurred for war, interest, pension, etc. are considered as non-developmental expenditure. വികസനേതര ചിലവുകൾ എന്ന് പറയുന്നത് യുദ്ധ സംബന്ധമായിട്ട് അത് സ്റ്റേറ്റ് ഗവൺമെന്റ് വരുന്നില്ല, സെൻട്രൽ ഗവൺമെന്റ്. പിന്നെ ഇൻട്രസ്റ്റ്, പലിശ, അതുപോലെ തന്നെ ജീവനക്കാരുടെ പെൻഷൻ ഇത്യാദി കാര്യങ്ങൾക്കാണ് വികസനേതര ചിലവുകളായി പൊതുവെ കണക്കാക്കപ്പെടുന്നത്. As population increases, facilities for education, health, shelter, etc. have to be provided for more people. അതായത് ജനസംഖ്യയുടെ വർധനവിന് അനുപാതമായിട്ട് വിദ്യാഭ്യാസം, ജനങ്ങളുടെ ആരോഗ്യം, അവരുടെ പാർപ്പിട സൗകര്യങ്ങൾ ഇവയെല്ലാം തന്നെ കൂടുതൽ ജനങ്ങൾക്ക് വേണ്ടി ലഭ്യമാക്കേണ്ടി വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പൊതുചെലവ് വർദ്ധിക്കുകയും ചെയ്യും. Some important reasons are listed below. പ്രധാനപ്പെട്ട ഇതിന്റെ കാരണങ്ങളാണ് പറയുന്നത്. The first one is the increase in the defense expenditure. കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യം പറയുകയാണ്. അവർക്ക് അവരുടെ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെലവുകൾ നാൾക്ക് നാൾ വർദ്ധിക്കുന്നത് നമുക്കറിയാം. വെൽഫെയർ ആക്ടിവിറ്റീസ്, മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ, അതാണ് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. ദെൻ അർബനൈസേഷൻ, വികസനം കുറഞ്ഞ ഗ്രാമീണ സ്വഭാവത്തിലുള്ള പ്രദേശങ്ങളെ ക്രമേണ വികസനോന്മുഖമായ തലത്തിലേക്ക് വളർത്തിയെടുക്കാൻ നഗരങ്ങളായി മാറ്റപ്പെടുത്തുവാൻ വേണ്ടിവരുന്ന ചെലവുകൾ, etc. Now we can move on to the second question. What do you mean by direct tax? Direct tax എന്നാൽ എന്താണെന്നുള്ളതാണ്. The income of government is known as public revenue. സർക്കാരിന് കിട്ടുന്ന വരുമാനത്തെ പബ്ലിക് റവന്യൂ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. Government earns income primarily from two sources. രണ്ട് പ്രധാന സ്രോതസ്സുകളിൽ നിന്നാണ് സർക്കാരിന് വരുമാനം ലഭിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
They are as follows: the tax revenue and non-tax revenue. ടാക്സിലൂടെ കിട്ടുന്ന വരുമാനവും അല്ലെങ്കിൽ നികുതിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും നികുതിയേതര വരുമാനവുമാണ് പ്രധാനമായിട്ടുള്ള പബ്ലിക് റവന്യൂവിൽ ഉൾപ്പെടുന്നവ. ടാക്സസ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ടു ദ ഗവൺമെന്റ്. നികുതി എന്ന് പറയുന്നത് സർക്കാരിന്റെ ഏറ്റവും പ്രധാന ഒരു വരുമാന മാർഗമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ കമ്പൽസറി പേയ്മെന്റ് ടു ദ ഗവൺമെന്റ് മെയ്ഡ് ബൈ ദ പബ്ലിക് ഫോർ മീറ്റിംഗ് എക്സ്പെൻഡിച്ചേഴ്സ് ടുവേർഡ്സ് വെൽഫെയർ ആക്ടിവിറ്റീസ്, ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് എക്സെട്ര. അതായത് ജനങ്ങൾക്കായാലും സ്ഥാപനങ്ങൾക്കായാലും നികുതി കൊടുത്തിരിക്കണം എന്നുള്ളത് എല്ലാ രാജ്യങ്ങളുടെയും ഒരു ലിഖിതമായ നിയമം തന്നെയാണ്. ഇറ്റ്സ് എ കമ്പൽസറി പേയ്മെന്റ്. അതിൽ നിന്ന് ഒരു വ്യക്തിക്കും സ്ഥാപനത്തിനും ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുകയില്ല. ഇത് എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് ദ കമ്പൽസറി ടാക്സ് പേയ്മെന്റ് മെയ്ഡ് ടു ദ ഗവൺമെന്റ് ബൈ ദ പബ്ലിക് ഫോർ മീറ്റിംഗ് എക്സ്പെൻഡിച്ചർ. പൊതുചെലവുകൾ, നേരത്തെ പറഞ്ഞതുപോലെ വികസന ചെലവുകളും അതുപോലെ തന്നെ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമൊക്കെ സർക്കാരിന് വേണ്ടിയിട്ട് നികുതി നമ്മൾ അടച്ചേ പറ്റൂ. നികുതി പണം കൊണ്ടാണ് സർക്കാർ ഇതെല്ലാം നിർവഹിച്ചു വരുന്നത്. ദ പേഴ്സൺ ഹു പേയ്സ് ടാക്സ് ഈസ് കോൾഡ് ടാക്സ് പേയർ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നികുതി അടയ്ക്കുന്ന വ്യക്തിയെ നികുതി ദാതാവ് എന്ന് നമ്മൾ വിളിക്കുന്നു. They are of two types. Taxes are of two types, direct and indirect. What do you mean by direct tax? എന്താണെന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഡയറക്റ്റ് ടാക്സ് ശരിയായ വിധത്തിൽ അതായത് നേർ നികുതി ചുമത്തുന്ന ഒരു സമ്പ്രദായത്തെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. എന്താണ്? ഡെഫിനിഷൻ ആണ്. ലാൻഡ് ടാക്സ് ഈസ് പെയ്ഡ് ബൈ ദ പേഴ്സൺ ഓൺ ഹൂം ഇറ്റ് ഈസ് ഇമ്പോസ്ഡ്. ഡയറക്റ്റ് ടാക്സിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഡയറക്റ്റ് ടാക്സിന്റെ ഉത്തമ ഉദാഹരണമാണ് വസ്തു നികുതി എന്ന് പറയുന്ന ലാൻഡ് ടാക്സ് എന്ന് പറയുന്നത്. ഹിയർ ദ ബർഡൻ ഓഫ് ദ ടാക്സ് ഈസ് ബോൺ ബൈ ദ സെയിം പേഴ്സൺ ഓൺ ഹൂം ടാക്സ് ഈസ് ഇമ്പോസ്ഡ്. ആരിലാണോ നികുതി ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി അതിന്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരും. അതാണ് ഡയറക്റ്റ് ടാക്സിന്റെ പ്രത്യേകത. ദ യുണീക് ഫീച്ചർ ഓഫ് ഡയറക്റ്റ് ടാക്സ് ഈസ് ദാറ്റ് ദ ടാക്സ് പേയർ undertakes the burden of the tax. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, സവിശേഷത എന്ന് വെച്ചാൽ, ടാക്സ് പേയർക്ക്, നികുതി ദാതാവിന് ടാക്സിന്റെ നികുതിയുടെ ബാധ്യത സ്വയം ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. വാട്ട് ആർ ദ മേജർ ഡയറക്റ്റ് ടാക്സസ്? പ്രധാനമായിട്ടുള്ള ഡയറക്റ്റ് ടാക്സുകളെ കുറിച്ചാണ് നമ്മൾ ഇനി ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നത്. SLC എക്സാമിന് പലപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ്. ഗൗരവത്തിൽ എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. The first one is the personal income tax. വരുമാന മാർഗം അല്ലെങ്കിൽ ആദായ നികുതി എന്ന് നമ്മൾ പറയുന്ന സംഭവം തന്നെയാണ്. ഇത് വ്യക്തികളെ ബാധിക്കുന്നതാണ്. ഇറ്റ് ഈസ് ദ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദ ഇൻകം ഓഫ് ദ ഇൻഡിവിജ്വൽസ്. പൗരന്മാരുടെ വരുമാനത്തെ ആദായത്തിൽ അടിസ്ഥാനമാക്കിയിട്ട് സർക്കാർ ചുമത്തുന്ന നികുതിയാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ദ റേറ്റ് ഓഫ് ടാക്സ് ഇൻക്രീസസ് ആസ് ദ ഇൻകം ഇൻക്രീസസ്. ഒരു വ്യക്തിയുടെ ആദായം കൂടുന്നതിനനുസരിച്ച് അദ്ദേഹം സർക്കാരിന് അടയ്ക്കേണ്ട, ആ വ്യക്തി സർക്കാരിന് അടയ്ക്കേണ്ട നികുതിയും സ്വാഭാവികമായിട്ട് കൂടും. It is applicable to the income that is above a certain level. സർക്കാർ കാലാനുസൃതമായിട്ട് ഓരോ ആദായ നികുതി അടയ്ക്കേണ്ടുന്ന തുകയുടെ ലിമിറ്റ് ഫിക്സ് ചെയ്യും. അത് കാലാനുസൃതമായിട്ട് അതിൽ പരിഷ്കാരങ്ങൾ വരുത്തുകയും ചെയ്യും. So there is a certain limit to the income that a person makes. In India, the income tax is collected by the central government as per the Income Tax Act 1961. 1961 ആദായ നികുതി നിയമപ്രകാരമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യൻ പൗരന്മാരിൽ നിന്ന് ഇൻകം ടാക്സ്, ആദായ നികുതി ഈടാക്കുന്നത്. The second one after income tax, the second major direct tax is the corporate tax. Corporate tax is imposed on the net income or profit of the companies. സ്ഥാപനങ്ങളിൽ നിന്ന് സർക്കാർ ഈടാക്കുന്ന നികുതിയാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. Now we can move on to the second form of tax, which is indirect tax. അതിനെക്കുറിച്ചാണ്. An important feature of indirect tax is that the tax burden can be shifted from the person on whom it is imposed to another person. നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തിയിൽ നിന്ന് നികുതിയുടെ ബാധ്യത മറ്റൊരു വ്യക്തിയിലേക്ക് പകർത്തപ്പെടുവാൻ സാധിച്ചാൽ അതിനെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയപ്പെടുന്നു. അതിനെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത പോയിന്റിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ ബോധ്യപ്പെടും. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് സെയിൽ ടാക്സ്, ദ ടാക്സ് ബർഡൻ ഇനീഷ്യലി ഫോൾസ് ഓൺ ദ ട്രേഡർ. അതായത് സെയിൽ ടാക്സിന്റെ കാര്യം പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ
കച്ചവടക്കാരനിലാണ് ഈ ബാധ്യത ആദ്യമായിട്ട് ചെന്ന് നിൽക്കുന്നത്. ബട്ട് ദ ട്രേഡർ ട്രാൻസ്ഫേഴ്സ് ദ ബർഡൻ ഓഫ് ദ ടാക്സ് along with its price to the consumer. അദ്ദേഹം ആ ബാധ്യത എന്ത് ചെയ്യുന്നു? കൺസ്യൂമറിലേക്ക് പകർത്തുകയാണ്, ഷെയർ ചെയ്യുകയാണ്. എങ്ങനെയാണ്? ആ വസ്തുവിന് വില ഈടാക്കുന്നതിലൂടെ. The tax is included in the price paid by the consumer. തന്റെ ലാഭവും സർക്കാരിന് അടക്കേണ്ട നികുതിയും കൂടെ ചേർത്താണ് ഒരു പ്രോഡക്റ്റിന്, ഒരു ഉൽപ്പന്നത്തിന് കച്ചവടക്കാരൻ കൺസ്യൂമറിൽ നിന്ന് ഈടാക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടല്ല, അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ടാക്സ് ആയിട്ട് അത് മാറുകയാണ്. With a view to simplify the indirect tax system and to introduce one tax across the country, GST or Goods and Service Tax was introduced by incorporating majority of existing indirect taxes. പല വിധത്തിലുള്ള ഇൻഡയറക്റ്റ് ടാക്സുകളായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തിൽ ഉണ്ടായിരുന്നത്. ഈ ഇൻഡയറക്റ്റ് ടാക്സിന്റെ നിയമസംഹിതകളെയും അതിന്റെ വ്യവസ്ഥകളെയും ഒക്കെ ഏകീകരിക്കുന്നതിന്റെയും ലഘൂകരിക്കുന്നതിന്റെയും ഒരൊറ്റ വൺ ടാക്സ് ആക്കി മാറ്റുന്നതിനും വേണ്ടി രാജ്യത്തിന്റെ ഉടനീളം ഒറ്റ രീതിയിൽ മാത്രം ടാക്സ് ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നടപ്പിലാക്കിയുണ്ടായി. The prevailing system will continue for those items that are not included in GST. എന്നാൽ ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും GSTയിൽ പെടുത്താനായിട്ട് ബാക്കിയുണ്ട്. അവ നിലവിലിരിക്കുന്ന ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം വഴി തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ്. Thus, we have come to the close of part 1 of economics chapter, public expenditure and public revenue. Please wait for the second portion of this chapter. Thank you all for watching this video.